അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു റമളാൻ നിലാവ് ടോക്ക്. കഥയിലൂടെ കാര്യത്തിലെത്താം എന്നുള്ള ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് JK കാർ വാഷ് ആൻഡ് കോഫി ഷോപ്പ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ, ഗ്ലോബൽ റിഹാബിലിറ്റേഷൻ സെന്റർ, മൈസൂർ. അല്ലാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലം അവർക്ക് നൽകട്ടെ. അവരുടെ ബിസിനസ്സിലൊക്കെ ഒരുപാട് പുരോഗതി നൽകുമാറാകട്ടെ. ആമീൻ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും. അൽഹംദുലില്ലാ, റമദാൻ നിലാവിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. മനോഹരമായ കഥയിലൂടെ കാര്യങ്ങൾ കണ്ടെത്താം എന്നുള്ള മത്സരം അല്ലെ, അങ്ങനെയാണല്ലോ അല്ലെ. എന്താണെങ്കിലും നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിൽ ഇന്ന് ഒരു മനോഹരമായിട്ടുള്ള കഥ കേൾക്കാം. അപ്പൊ മുന്നത്തെ വീഡിയോ കണ്ടവരൊക്കെ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. നിയമാവലികൾ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ പുതിയ ആളുകൾ എന്ത് ചെയ്യണം? ഇതിന്റെ മുന്നത്തെ ഫസ്റ്റ് ഇട്ട വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ സഹാബത്തുമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുക. ഹബീബായ തങ്ങൾക്ക് ചുറ്റുഭാഗത്തും കുറെ തന്റെ അനുയായികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ മജ്ലിസിൽ അള്ളാഹിന്റെ റസൂല് വളരെ സുന്ദരമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മജ്ലിസിലേക്ക് ഒരു മനുഷ്യൻ അങ്ങ് കയറി വന്നു. ആ മനുഷ്യൻ കയറി വന്നിട്ട് ഹബീബായ തങ്ങളുടെ കൈകളിലേക്ക് ഒരു ഗിഫ്റ്റ്, ഒരു ഹദിയ കൊടുത്തു. അള്ളാഹിന്റെ റസൂൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അത് സ്വീകരിച്ചിട്ട് അവിടെ വെച്ചു. ഈ ഗിഫ്റ്റ് കൊടുത്തു തന്ന മനുഷ്യൻ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് അള്ളാഹിന്റെ റസൂൽ ആ ഗിഫ്റ്റ് എടുത്തിട്ട്, ഹദിയ എടുത്തിട്ട് മെല്ലെ തുറന്നു നോക്കിയപ്പോൾ അതിൽ നല്ല മുന്തിരിയായിരുന്നു. ഹബീബായ തങ്ങള് അതിൽ നിന്നൊരു മുന്തിരി എടുത്തിട്ട് തൻ്റെ വായയിൽ വെച്ചു. ക്ലാസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് വീണ്ടും അതിൽ നിന്ന് ഓരോ മുന്തിരി എടുക്കുന്നു. ഹബീബായ തങ്ങൾ തൻ്റെ വായയിൽ വെക്കുന്നു, അത് കഴിക്കുന്നു. സഹാബത്ത് ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാണിക്കുന്ന പ്രവൃത്തിയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ക്ലാസ് അങ്ങനെ നീണ്ടു നിന്നു. കുറെ സമയത്തിന് ശേഷം ക്ലാസ് അവസാനിച്ചു. ആ ചർച്ച അവസാനിക്കുന്നതിന്റെ ഉള്ളിലായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാത്രത്തിലുള്ള മുഴുവൻ മുന്തിരി തിന്ന് തീർക്കുകയും ചെയ്തു. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹബീബായ തങ്ങളോട് അനുയായികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, അല്ലയോ റസൂലേ, സാധാരണ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഹദിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ തങ്ങൾ കഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്കും അതിൽ നിന്ന് ഒരിത്തിരി നീട്ടി തരാറുണ്ടല്ലോ, ഞങ്ങൾക്കും അതിനെ കുറച്ചൊക്കെ തരാറുണ്ട്. പക്ഷെ ഇന്ന് കിട്ടിയ ഹദിയയിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല. നിങ്ങൾ തനിയെ അതിനെ കഴിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ പിറകിൽ മറ്റെന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സന്ദേശങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരുണ്യത്തിന്റെ കടലായ അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന്റെ പിറകെ മറ്റു സന്ദേശങ്ങൾ, അതായത് വലിയ രഹസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ അതിന്റെ പിറകെ ചെറിയൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് അങ്ങനെ ആകാംക്ഷയോടുകൂടെ ഇങ്ങനെ കാത്തിരിക്കുക. സഹാബത്ത് റസൂലുള്ള ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ലല്ലോ, ചെയ്യൂല. പിന്നെ എന്തുകൊണ്ടാണ് ആർക്കും ഒരു മുന്തിരി പോലും കൊടുക്കാതെ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തീർത്തത്? അപ്പൊ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുക. ഹബീബായ തങ്ങളുടെ ആ മനോഹരമായ ചുണ്ടുകളിൽ നിന്ന് എന്തുത്തരമാണ് വരുന്നത് എന്ന് നോക്കിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹാബ, ആ മനുഷ്യൻ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ആ ഹദിയ എനിക്കിവിടെ കൊണ്ടുവന്ന് തന്നത് നിങ്ങൾ കണ്ടതാണ്. ഞാൻ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു മുന്തിരി എടുത്തിട്ട് ഞാൻ കഴിച്ചു. അത് കഴിച്ചപ്പോൾ നല്ല പുളിയുള്ള മുന്തിരിയായിരുന്നു. വീണ്ടും ഞാൻ ഒന്നുകൂടി എടുത്ത് കഴിച്ചു നോക്കി, അപ്പോഴും അത് പുളിയുള്ളതായിരുന്നു. ഒന്നുകൂടി എടുത്ത് നോക്കിയപ്പോൾ അതും പുളിയുള്ള മുന്തിരിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ പാത്രത്തിലുള്ളതെല്ലാം പുളിയുള്ള മുന്തിരിയായിരുന്നു. ഈ പുളിയുള്ള മുന്തിരിയെ ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വായയിലിട്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ആ മനുഷ്യനോട് എന്തെങ്കിലും ഒരു വെറുപ്പ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ പുളിയുള്ള മുന്തിരിയാണോ ഒരു സദസ്സിലേക്ക് കൊടുന്നു തരിക, അതും ഹബീബായ തങ്ങൾക്ക്, ഇങ്ങനൊക്കെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും
ആ മനുഷ്യന്റെ ഇല്ലാത്ത സമയത്ത് പോലും നമ്മുടെ ഉള്ളിലൊരു വെറുപ്പ് അല്ലെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ വന്നു പോകരുതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. കാരണം അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ മനുഷ്യൻ, ആ വ്യക്തി ഈ സദസ്സിലേക്ക് അദ്ദേഹം ആ ഹദിയയായ ആ ഭക്ഷണം കൊടുത്തു തന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു മോശമായിട്ടുള്ള എന്തെങ്കിലും ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി അത് മുഴുവൻ ഞാൻ തിന്ന് തീർത്തതാണ് സ്വഹാബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചുറ്റും കൂടിയിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ സഹാബത്തിനോട് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരാൻ തുടങ്ങി. കാരണം എത്രമാത്രം സൂക്ഷ്മതയാണ് അള്ളാഹിന്റെ റസൂൽ അങ്ങനെയുള്ള ഒരു നേതാവിന്റെ കീഴിൽ പടച്ച റബ്ബ് എനിക്ക് ഈമാനോട് കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകിയല്ലോ എന്നോർത്ത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് അവരുടെ കണ്ണിൽ നിന്ന് ആ കണ്ണുനീര് വന്നത്. പ്രിയപ്പെട്ടവരെ ഒന്ന് നോക്കണം, ഹബീബായ തങ്ങള് എത്രമാത്രം കാരുണ്യമാണ് അവിടെ കാണിച്ചത്. അതല്ലേ അല്ലാഹു തആല പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടില്ല എന്നുള്ളത്. അതിന്റെ ശരിയായിട്ടുള്ള ഒരു മാതൃകയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. ഒരു കുറ്റം പറയാനുള്ള ഒരു അവസരം അങ്ങ് ഇല്ലാതെയാക്കി. ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിഷമം പോലും അദ്ദേഹത്തെ കുറിച്ച് മനസ്സിൽ നമുക്ക് ആർക്കും വരരുത് എന്നാണ് റസൂലുള്ളാഹി ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവർ, ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകൾ ഉയരേണ്ടതുണ്ട്, ചിന്തകൾ വലുതായി വരേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാർ ജീവിക്കുന്ന ജീവിതത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോഴേക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ, അതല്ലെങ്കിൽ മറ്റുള്ളവർ ഉദ്ദേശിച്ചതുപോലെ ആവൂല, നമ്മൾ അതിനെ ഊതി വീർപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ അവരെ അസ്വസ്ഥമാക്കിയിട്ട് മലിനമാക്കാനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഹബീബായ തങ്ങളുടെ സന്ദേശം ശരിക്കും നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമുക്ക് എവിടെ തല്ലുകൂടാൻ നേരം, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നേരം, അല്ലെങ്കിൽ നമുക്ക് ആരോടാ വെറുപ്പുണ്ടായിരിക്കുക. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ജീവിതം ഹബീബായ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ട് എത്ര ആളുകളാണ് ഇന്ന് സ്നേഹത്തോടെ ജീവിക്കുന്നത്. ഒരേ ശരീരം പോലെ ജീവിക്കേണ്ട ഭാര്യ ഭർത്താക്കന്മാര് പോലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകളല്ലേ. നമ്മൾ ഒത്തിരി വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ട അയൽവാസികളോടാവട്ടെ, കുടുംബക്കാരോടാവട്ടെ, എത്രമാത്രം ക്രൂരതയിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾക്കല്ലേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ തങ്ങളുടെ ഈ ചരിത്രം നമുക്ക് മുന്നിൽ നാം ഇന്ന് ഈ റമദാൻ നിലാവ് എന്ന ഈ ഒരു ടോക്കിൽ പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാവേണ്ടവരുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ആശയം നിങ്ങൾ വിശകലനം ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഈ സുന്ദരമായിട്ടുള്ള മാതൃക എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതുണ്ട്, പകർന്നു നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഇതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്, നാം മാറേണ്ടതുണ്ട്. നിങ്ങളുടെ ചിന്തക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. നിങ്ങളുടെ ചിന്താഗതികൾ താഴെ കമന്റ് ബോക്സിൽ 5 or 10 അല്ലെങ്കിൽ എത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരികളായി രേഖപ്പെടുത്തുക ഈ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കഥയെക്കുറിച്ച്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ടൊക്കെ പലപ്പോഴും വസിയത്ത് ചെയ്തവരുണ്ട്. പരിശുദ്ധമായ റമളാനിന്റെ ഈ മനോഹരമായിട്ടുള്ള ഈ രാത്രികളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കും നമുക്കും എല്ലാം മാഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് JK കാർ വാഷ് ആൻഡ് കോഫി ഷോപ്പ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ. അതേപോലെ തന്നെ ഗ്ലോബൽ റിഹാബിലിറ്റേഷൻ സെന്റർ, മൈസൂർ. അവർക്കൊക്കെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം. എന്തൊരു നന്മയുടെ കാര്യം പറയുമ്പോഴും മുന്നിട്ടിറങ്ങിയിട്ട് എത്ര പൈസയും ചെലവാക്കാൻ വേണ്ടി തയ്യാറുള്ള നല്ല നല്ല സുഹൃത്തുക്കളാണ്. അവരുടെ ബിസിനസ്സിന് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി, അതുപോലെ നമുക്കും നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണെങ്കിലും ഇന്നത്തെ ഈ ചരിത്രം അല്ലെങ്കിൽ ഇന്നത്തെ ഈ കഥ നമുക്ക് എത്രമാത്രം നിങ്ങളുടെ ആശയങ്ങൾ അതിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ, നിങ്ങൾ എഴുതിക്കോളൂ. അപ്പോ ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ കേട്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എഴുതിയതിനെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. അതുപോലെ തന്നെ നിങ്ങൾ 5 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 പോയിന്റ് എക്സ്ട്രയും ലഭിക്കും. ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് 5000 രൂപയാണ്. അതുപോലെ തന്നെ പിന്നീടുള്ള 5 സ്ഥാനക്കാർക്ക് 1000 രൂപ വെച്ചിട്ടും ഈ 8 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തുന്നതാണ്. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.